ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ ട്വിൻഫോ മീഡിയ. ഇന്ന് നമ്മളൊരു അടിപൊളി ഐറ്റമായിട്ട് വന്നേക്കുന്നത് നമ്മളുടെ ഇന്നത്തെ റെസിപ്പിയും ബനാന ഐസ്ക്രീമാണ്. നമ്മുടെ വീടുകളിലൊക്കെ പഴം പഴുത്ത് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പഴം ഇനി വേസ്റ്റായി കളയണ്ട, നമുക്കത് വെച്ചൊരു അടിപൊളി ഐസ്ക്രീം ഉണ്ടാക്കാം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം നമ്മളതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പാല് ഒന്ന് കാച്ചിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചു. ഞാനിവിടെ ഒരു കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് 6 സ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്, 2.5 സ്പൂൺ കോൺഫ്ലവർ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ 1/2 കപ്പ് പാലും. ഇത് കോൺഫ്ലവർ പൊടി ഈ പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഡയറക്റ്റ് ഇതിനകത്തേക്ക് ഇട്ടാൽ കട്ട കെട്ടിപ്പോവും. അപ്പോൾ ഇത് നമ്മൾ പാലിൽ മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പാല് നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് അതൊക്കെ ചെയ്തു വയ്ക്കാം. അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതൊന്നും അതിൽ മെൽറ്റ് ആവട്ടെ. അപ്പം ഞാനതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തു. പഞ്ചസാര നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടാണ് ഞാനത് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി അതിലുള്ള പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിതിലേക്ക് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പം ഇതിലെ പഞ്ചസാര മെൽറ്റായി വരുന്നുണ്ട്. അപ്പം നമുക്കത് ഫുൾ മെൽറ്റ് ആവണ വരെ ഇത്തിരി നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം പഞ്ചസാര നല്ലതായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലിങ്ങനെ പാല് തിളക്കി വരുമ്പോഴത്തേക്ക് അതിൽ നെയ്യാണ് കേട്ടോ ഇങ്ങനെ സൈഡിൽ വരിക. അപ്പോൾ അത് അതിലേക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് കോൺഫ്ലവർ കലക്കി വെച്ചേക്കുന്നത് പാലിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൽ മാറാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, കാരണം അല്ലെങ്കിൽ അതിങ്ങനെ അടിയിൽ പിടിക്കും. അപ്പം അതൊന്ന് കട്ടയാവാതെ കരിഞ്ഞു പോവാതെയൊക്കെ കിട്ടണം. അല്ലെങ്കിൽ അത് കട്ടയായി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ അത് കട്ടയാവാതെ തന്നെ ഇളക്കിയെടുക്കണം. അപ്പോൾ തീ കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം ചെയ്യാനും. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കുന്ന നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ കോൺഫ്ലവർ പൊടി ചേർത്തിട്ട് പാല് നല്ലതായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്, നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഒട്ടും കട്ടയായിട്ടൊന്നുമില്ല, നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തീരെ സിമ്മിലിട്ട് വേണം കേട്ടോ നമുക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ കട്ട കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് 10 മിനിറ്റ് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഏത്തപ്പഴം ഇതുപോലെയൊക്കെ കറുത്ത് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണല്ലേ. പക്ഷെ ഉള്ളിൽ കേടൊന്നും ഉണ്ടാവില്ല, എന്നാലും അത് കുട്ടികൾക്ക് കഴിക്കാൻ മടിയാണ്. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് വേറൊരു ഐറ്റമായിട്ട് ഓൾട്ടർ ചെയ്ത് കൊടുക്കാം. സൂപ്പർ ഈ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഐറ്റാക്കി കൊടുക്കാം. അപ്പോൾ അതിന് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇനി ഏത്തപ്പഴം തൊലിയൊക്കെ കളഞ്ഞ് ഉള്ളിലത്തെ കുരുവും കളഞ്ഞെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാവേ. അപ്പം ഞാൻ ആ പഴം തൊലി മാറ്റി അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ നന്നായിട്ട് മാറ്റടക്കള്ള. ഇനി ഇത് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. എൻ്റെ റൗഡി ബേബീസ് ഇവിടെ കാവലുണ്ട് കേട്ടോ. ഇത് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം കേട്ടോ ഇത് അരച്ചെടുക്കാനേ. ഹായ്. അപ്പോൾ നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തു. നല്ല പതയായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അതിനകത്തേക്ക് ഞാൻ ഇപ്പോൾ ഒരടപ്പാണ് കേട്ടോ ഒഴിക്കുന്നത്. വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഏത്തപ്പഴത്തിൻ്റെ ഒരു ചുവയില്ലേ അതൊക്കെ അങ്ങ് മാറി കിട്ടും. നല്ല വാനില എസൻസ്, നല്ല വാനിലയുടെ ടേസ്റ്റ് വരും. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അടപ്പിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അതൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം, ഒന്നുകൂടെ നല്ലതായിട്ട് അരച്ചെടുക്കാം. അപ്പം നമ്മൾ ഇത് അരച്ചെടുത്തത് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. വാനില എസൻസും കൂടി ചേർത്ത് അരച്ചെടുത്തതാണ്. അപ്പോൾ ഇനി നമുക്കിത് ഈ ബൗളിലേക്ക് മാറ്റാം. കണ്ടോ, ബൗളിലേക്ക് മാറ്റുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതേ നല്ല നല്ല പതയോടുകൂടി തന്നെ വന്നിട്ടുണ്ട്. ഒരു ഐസ്ക്രീമിൻ്റെ ടെക്സ്ചറൊക്കെ തന്നെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സെറ്റ് ചെയ്യാൻ വെക്കാം. 2 മണിക്കൂർ ഇത് സെറ്റ് ആവണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ഇത് എയർ ടൈറ്റ് ആയിട്ടൊന്ന് അടച്ചിട്ട് വേണം കേട്ടോ ഫ്രിഡ്ജിൽ വെക്കാൻ. ഇത് ഇതിൻ്റെ തന്നെ അടപ്പാണ്. അപ്പോൾ നമുക്കിത് അടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ. നമുക്കിനി അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു 4 സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. അതൊന്നും നല്ല കാരമലായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആ തേങ്ങയും ഇടാം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും, വേഗം ഇതാവും. ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് തന്നെ അത് മെൽറ്റായി വരും. അപ്പോൾ നമുക്ക് അതിനായിട്ടൊന്ന് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം.
ഇവിടെ റൗഡി ബേബി സ്ഥലം എടുക്കാനുണ്ട് ഐസ്ക്രീം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ? ഐസ്ക്രീമിനാണോ വെയിറ്റ് ചെയ്യണേ? ഇച്ചിരി കഴിയട്ടെ കേട്ടോ. അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, ഫുൾ മെൽറ്റായി. നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിൽ തന്നെ ഒന്ന് കാരമലായിട്ട് വരും. ആ ഒരു ബ്രൗൺ കളറ് തേങ്ങയ്ക്ക് പോകാം. ഒത്തിരി അങ്ങോട്ട് ഇതാവണ്ട കേട്ടോ, ഫ്രൈ ആയി എടുക്കണ്ട. ഇതിൽ ജസ്റ്റ് ആ തേങ്ങയിൽ എല്ലായിടത്തും ഒന്ന് ആ കാരമൽ സിറപ്പ് പിടിക്കണം, അത്രേ ഉള്ളൂ. അപ്പം നമ്മളുടെ ഇട്ട തേങ്ങ അതിൽ നല്ല കാരമൽ പിടിച്ചിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിപ്പോൾ നമുക്കൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അതിങ്ങനെ മൊത്തം കട്ട പിടിച്ച് പോകും. സെറ്റായി അതിൽ തന്നെ ഫ്രൈ പാനിൽ തന്നെ സെറ്റായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഞാൻ ഇവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് മാറ്റി കൊടുക്കാം. ഇവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് മാറ്റാം. ഇതൊന്ന് തണുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെച്ചത്, ഫ്രീസറിലാണ് വെച്ചത്, അത് നമ്മൾ എടുത്തു. ഇപ്പോൾ ഇത് ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും കൂടെ മിക്സിയിൽ അടിക്കണം. മിക്സിയിൽ അടിക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ട് 4 സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർക്കണം കേട്ടോ. 4 സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് ഇത് മിക്സിയിൽ നന്നായിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. തരാലോ. അപ്പോൾ അതേ നമ്മൾ ഐസ്ക്രീം അടിച്ച് ഒഴിച്ചിട്ടുണ്ട്, ഫുൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ തേങ്ങ കാരമലൈസ് ചെയ്തെടുത്തിരുന്നു, ഇതിൻ്റെ പകുതി എടുക്കുക. ഇതിപ്പോൾ നല്ല ഇങ്ങനെ ഇതായിട്ടിരിക്കുകയാണ്, ഞാൻ കത്തി വെച്ചത് വിടിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പകുതി ഒരു 1/4 ഭാഗം പോർഷൻ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ബാക്കി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് പൊടിയുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഈ ഭയങ്കര ബലമായിട്ടിരിക്കുകയാണ് കാരമലൈസ്ഡിൻ്റെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷായി കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ഒരു 1/4 ഭാഗത്തോളം പോർഷൻ നമുക്കൊന്നെടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നല്ല തന്നെ. അപ്പോൾ നമ്മൾ ഇത്രയും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അത് ഐസ്ക്രീമിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് നമുക്ക് ഓവർ മിക്സ് ചെയ്യരുത്, അപ്പോൾ അതിൻ്റെ ബബിൾസൊക്കെ പോവും. ജസ്റ്റ് ഒന്ന് എല്ലായിടും ഒന്ന് മിക്സായി വരുന്നവരെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഒരു സെക്കൻഡ് 2 സെക്കൻഡ്. അപ്പോഴത്തേക്കും അത് എല്ലായിടും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഒന്നുകൂടെ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇത് എന്നിട്ട് ഇനി ഒരു 10 മണിക്കൂർ കഴിഞ്ഞിട്ട്, ഒരു 8-10 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം കേട്ടോ എടുക്കാൻ. അപ്പോൾ ഇനി നമുക്കൊരു 8 hours കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഒന്നുകൂടെ സെറ്റ് ആവാനായിട്ട് 8 hours ഒന്നുകൂടെ ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു സ്കൂപ്പർ വെച്ച് നിങ്ങൾക്ക് എടുത്ത് കാണിക്കാം കേട്ടോ. അതെ, ഐസ്ക്രീമിൻ്റെ അതേ ടെക്സ്ചറിലൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇതേ, അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് സ്കൂപ്പ് ചെയ്തെടുത്ത് അത് കോക്കനട്ട് കാരമലൈസ് ചെയ്ത് അതിൽ വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റി. അപ്പോൾ പഴം പഴുത്ത് പോയി കഴിഞ്ഞാൽ അതിന് ആർക്കും വേസ്റ്റായി പോവില്ല. ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ.